ഹാപ്പി ദൂരന്തം റൂമിൽ പോയി ഒരുങ്ങിട്ട് വന്നിട്ട് കോയിൻസിഡൻസ് പ്രത്യേകിച്ച് ഞാൻ സെലക്ഷൻ ഭയങ്കര നല്ലതാണ്. ആലിയ ഭട്ടിന്റെ ഫേവറേറ്റ്. അഞ്ചേട്ടാ, ഈ ദിവസത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ മറന്നു ചിക്കൻ വെട്ടാൻ പോണോ? ഇവനെ കുറിക്കുന്നത് പൊട്ട മെയിൻ ഡെക്കറേഷൻ ഞാൻ തന്നെ. മെയിൻ ഡെക്കറേഷൻ അത് ഈ തേപ്പല്ലടാ, അത് വേറെ തേപ്പ. ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ് അല്ലേ കുഞ്ഞു? അതെ, എന്താണ് ഇന്നത്തെ വീഡിയോ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫുൾ സർപ്രൈസ് ആണ്. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. പക്ഷെ അതൊരു വലിയൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോ, അല്ലേ? അപ്പം അഞ്ചേട്ടനെയും നീ ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. വെഡിങ് ആനിവേഴ്സറി അവരുടെ ശരിക്കുള്ള വെഡിങ് ആനിവേഴ്സറി അല്ല, അവർ രജിസ്റ്റർ ചെയ്ത വെഡിങ് ആനിവേഴ്സറി ആണെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ എന്തായാലും ചേച്ചി പറഞ്ഞു അഞ്ചേട്ടന് ഒരു ഷൂ നോക്കാമോ എന്ന്. സർപ്രൈസ് ആണ്. സർപ്രൈസ് ആയിട്ട് നമ്മളൊരു ഷൂ മേടിക്കാൻ പോവാണ്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ വന്നു. ഇതിന് പേര് ജിഗാ സ്പോർട്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. ഇവിടെ എല്ലാ സ്പോർട്സ് ശരിക്കും നമുക്കൊരു വോളിബോൾ ടൂർണമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇടാൻ വേണ്ടി ഒരു ഇൻഡോർ സ്പോർട്സ് ഷൂ, നോൺ മാർക്കിംഗ് ഷൂ ആണ് നമ്മൾ നോക്കാൻ വന്നേക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി പോകാം. നോക്കാം. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ എത്തി. നമ്മൾ കുറച്ച് ഷൂസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എന്തായാലും അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ഇതിലിവിടെ നമുക്ക് പ്രശ്നം പറ്റിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമുക്ക് ഇഷ്ടപ്പെട്ടതിനൊന്നും സൈസില്ല. പിന്നെ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ലതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ഹോൾ ഷൂ ആണോന്ന് അറിയത്തില്ല. ഇത് ഹോൾ ഷൂ ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ ഒന്നുകൂടി എനിക്ക് കൺഫേം ചെയ്യണം. ഇതാണ് നമ്മളിപ്പോൾ ആസിക്സിൻ്റെ നല്ല അടിപൊളി ഷൂ ആണ്. 120 euros ആണ് ഇതിന്. വേറെ ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ലേ? ഇതും കുഴപ്പമില്ല, നല്ലതായിരുന്നു. പക്ഷേ ഇത് സൈസ് ഇല്ല. ഇത് സൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് നല്ലതായിരുന്നു. ഇതിന് അത്രയും പൈസയില്ല, ഇത് 90 euros ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ സൈസില്ല. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുക്കണമെന്ന്. അല്ല, നിങ്ങൾക്ക് തെറ്റി. ഇതാ മീക ചേച്ചി തന്നെ പൈസ തരുന്നു, നമ്മളൊന്ന് കോർഡിനേറ്റ് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതിയല്ലേ? സെലക്ഷന് ബെസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. കാര്യമില്ല, പ്രത്യേകിച്ച് ഞാൻ സെലക്ഷന് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് ആണ് ചേച്ചി എന്നോട് പറഞ്ഞു ഒന്ന് നോക്കാമോ. പക്ഷെ എൻ്റെ സെലക്ഷൻ എപ്പോഴും തെറ്റാറുണ്ട്. എന്തായാലും അപ്പോൾ അഞ്ചേട്ടൻ അറിയാതെയാണ് നമ്മൾ ഈ വന്നേക്കുന്നതെല്ലാം. ചേച്ചിക്ക് തിരുത്തരാകുന്ന മെസ്സേജ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അഞ്ചേട്ടന് അറിയോ ഇല്ല അറിയില്ല. അപ്പം എന്തായാലും നമ്മളപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചല്ലോ, നമ്മൾ ആ ഷൂ ആണ് നോക്കാം മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ബില്ല് ചെയ്തിട്ട് നമുക്കിത് പാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് നോക്കണം, അല്ലേ? നോക്കാം. അപ്പോൾ ഇവിടെ പാക്കിങ്ങിന് പോവാം കേട്ടോ. ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് ഇവിടെ ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം എന്താ ഞങ്ങൾ വിചാരിച്ച് പാക്ക് ചെയ്യാം. എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. യെസ്, അതാണ് ടാസ്ക്. അപ്പം ഞങ്ങൾ തേർഡ് ഫ്ലോറിലോട്ടാണ് വന്നത്, താഴെയായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങളുടെ ലാസ്റ്റ് അടി കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പം നമുക്കിവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടിതുണ്ട്. ബ്ലൂ ഉണ്ട്. ബ്ലൂ മതി, പിങ്കിഷ് കുറച്ച് ഗേളിഷ് ആവില്ലേ? നമുക്ക് എന്തായാലും ബ്ലൂലോട്ട് പോവാം. എന്തായാലും ഇതും ബ്ലൂ ആണ്, അതും ബ്ലൂ ആ. മണ്ടി പൊട്ട, ഇത് ബ്ലൂ അല്ലേ? വൈറ്റും ബ്ലൂ അല്ലേ ഇരിക്കണേ? ബ്ലൂ അല്ലേ കുറച്ചുകൂടെ ഹൈലൈറ്റ്? അല്ല, വൈറ്റ് ആണ് ഹൈലൈറ്റ്. അത് പോലെ എന്നാൽ നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും ഡെഡിക്കേഷനായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ ചേച്ചു. കേട്ടാ, പാക്കിങ്ങിൽ ഇത്രയും ഡെഡിക്കേഷൻ. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും പാക്ക് ചെയ്ത് ചുമ്മാ വെച്ചാൽ പോരെ. എന്തായാലും ഇത് പൊട്ടിച്ച് കീറുള്ള സാധനമാണ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ ബില്ല് ചെയ്ത് മേടിച്ചു, നമ്മൾ പൊതിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ശരിക്കും 120 euros ആയില്ല കേട്ടോ. നമുക്കൊരു 15% ഓഫും കിട്ടിയതുകൊണ്ട് 102 euros ആയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു 9,000 രൂപ. പക്ഷേ ASICS ആണ്, നല്ല അടിപൊളി ഷൂ ആണ്. അപ്പോൾ നമ്മളിനി നമ്മുടെ വീട്ടിൽ പോവും. നമ്മുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറി അതെ, നമ്മൾ രാവിലെ ശരിക്കും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ചേച്ചി വിളിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളിനി വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും, അവരുടെ വീട്ടിലോട്ട് പോകും. ചേച്ചി എന്തോ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ചേച്ചി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. കേക്ക് ഉണ്ടാക്കിയത് ഫേമസ് കേക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്ത് കേക്കാണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. പിന്നെ ആനിച്ചേട്ടൻ അറിയത്തില്ല ഇന്ന് ഇവിടെ ഇങ്ങനെ കേക്കും പരിപാടിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആനിച്ചേട്ടൻ ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് നോക്കാം, അല്ലേ? അതെ, അപ്പോൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ടുള്ള
കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മളിപ്പോ കുളിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ, ഞാൻ കുളിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലുള്ള കുഞ്ഞുവിന്റെ കുളി ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അയ്യോ, അങ്ങനെ ആൾക്കാർ ചിരിച്ചിരിക്കരുത്. ചിരിച്ചെല്ലാം. അപ്പൊ എന്തായാലും ഇവിടെ സ്പ്രിംഗ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ രാത്രിയാകുമ്പോൾ കുറച്ച് തണുപ്പ് വരും. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തില്ല. ഇത് ഇച്ചിരി കട്ടിയുള്ള ഷർട്ട് ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പം നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നു. ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് അവിടെ നേരെ അവിടെ മികച്ച വീട്ടിലോട്ടൊക്കെ നമുക്ക് അതിന് മുന്നേ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട്. നമുക്ക് അതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. ചിപ്സും നഗറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. കുറച്ചുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം വേറൊരു പരിപാടിയുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. അവനത് അല്ല തീരീസ് അല്ല, ജസ്റ്റ് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലൊരു ഇതാണ്, എന്താ പറയാ, ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിലവൻ പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ 1000 യൂറോയാണ്. സെക്കൻഡ് പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ 500 യൂറോയാണ്. അപ്പോൾ നമ്മൾ 500 യൂറോ ആകുമ്പോഴത്തേക്കും പോളുണ്ട്. സോ അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ചെന്നിട്ട് പോൾ ചെയ്തിട്ട് അവനെ 500 യൂറോസ് അവന് കിട്ടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമത്തിലാണ്. അനന്തകൃഷ്ണനാട്ടോ, കാണിക്കാം. അപ്പോൾ അനന്തകൃഷ്ണനാണെങ്കിൽ ഇന്നൊരു ഡിബേറ്റ് പോലെ ടോക്ക് ഉണ്ട്. അപ്പോൾ അവനിന്ന് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ട്രീറ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിന് പോകും. സോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പോകും അല്ല? ഏകദേശം എത്ര മണിക്കാണ്? 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 o'clock. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ എന്തായാലും സാധനം എല്ലാം മേടിച്ചു. അപ്പോൾ അങ്ങോട്ട് നമ്മളോട് ഇരിക്കാറിച്ചു. അപ്പം സാധനം എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് എത്തി. അട്ടാറായി. ഇപ്പം അതിനെത്തും. 5 എത്തുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ശരിക്കും ലേറ്റായി. ഞങ്ങൾ സാധനം എല്ലാം മേടിച്ചപ്പോൾ ലേറ്റായി. 5 ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്നാൽ ഡോറിന് ബെല്ല് ട്രിങ് ഇറങ്ങിയുമ്പോൾ കാണാം. നമ്മളിപ്പം ചേച്ചിയുടെ വീട്ടിലെത്തി. അഞ്ചേട്ടൻ വന്നിട്ടില്ല. അഞ്ചേട്ടനൊക്കെ ജോലി കഴിഞ്ഞ് വരും. അപ്പോൾ എന്തായാലും ചേച്ചി അവിടെ ബേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഉണ്ടാക്കണേ ഞാനിവിടെ കേക്കൊന്നും ആയില്ല ഇതുവരെ. ഞാൻ ഇവിടെ ആലിയ ഭട്ടിന്റെ ഫേവറേറ്റ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. ആലിയ ഭട്ടിന്റെ ഫേവറേറ്റ് ട്രസ് ലെക്ചേഴ്സ് ആണ് എന്റെ പേര്. ഇതാണ് ഹെൻറിനെ നേരത്തെ വ്ളോഗിൽ കണ്ടിട്ടില്ലേ? നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി. ഹെവി ക്രീമിൽ നിന്ന് ഫ്രോസ്റ്റിംഗിന് വേണ്ടിയിട്ടാണ്. ഇച്ചെന്താ ചേച്ചി ചെയ്യണേ? ഞാൻ ഐസ്ക്രീം കഴിക്കുന്നു. എനിക്കില്ല. രണ്ട് ഗ്ലാസ് കഴിച്ചിട്ടല്ലേ പോയത്. എവിടെ 2 ഗ്ലാസ്? ഇത് ഞാൻ എടുത്ത ഗ്ലാസ്. തന്നെ ചേച്ചി എന്തായാലും എന്താ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. രീതിയിൽ ചെയ്യേ അത് ഈ തേപ്പല്ലടാ, അത് വേറെ തേപ്പായിരുന്നു ചേച്ചിക്ക്. ഇവനല്ലേ ഇതൊക്കെ പറ്റാ അറിയാവുന്നത്. ഒന്ന് ചെയ്യാൻ നിനക്കറിയാലോ. ഞാൻ ചെയ്യട്ടെ. പക്ഷെ ഇല്ല, ഇത് ഇങ്ങനെ മാത്രമല്ല, ഇതിനൊരു കുറച്ച് ഇങ്ങനെ ഞാൻ ചെയ്യട്ടെ. ചേച്ചിയുടെ വീട്ടിൽ എടുക്കാൻ വേണ്ടിയല്ലേ. എല്ലാം പൊളിഞ്ഞു ഗൈസ്, എല്ലാം പൊളിഞ്ഞു. സർപ്രൈസ് മൊത്തം പൊളിഞ്ഞു. അനിച്ചേട്ടൻ എത്തിയിരിക്കുകയാണ്. അടച്ചിട്ട് പരിപാടി ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണ്. അടച്ചിട്ടോ? നിങ്ങളുടെ ഷൂ ഡെക്കറേറ്റ് ചെയ്യണ്ടേ? പക്ഷെ നിന്റെ തേപ്പ് അത്ര രസമില്ലല്ലോ കുഞ്ഞ്. പിന്നെ ഇവിടെ വേവ് ചെയ്യാനാണ് വരുമ്പോ ഹാപ്പി ദുരന്തം ഡേ പറയണേ. ഹാപ്പി ദുരന്തം ഡേ ആണ്. ഹെൻറിയുടെ ഊഴമാണ്. ചേട്ടാ നേരിരിക്കാനല്ല ചേച്ചി പറഞ്ഞത്. ചേച്ചി ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ഡെക്കറേഷൻ. ഇത് പ്ലാസ്റ്റർ ഒട്ടിക്കലല്ല പറഞ്ഞത്, കുമ്മായം തേപ്പല്ലേ ഇത് പരിപാടി. സാധനം കിട്ടുന്നതായിരിക്കും. ഇത് കറക്റ്റ് കുമ്മായം തേക്കോട്ടോ. ഹാപ്പി ദുരന്തം.
അച്ഛൻ നെറ്റി പോലും ഇല്ല. അച്ഛൻ പോടെ അല്ലെങ്കിൽ പോടെ. അഞ്ചേട്ടൻ ഇന്ന് മൊത്തം ശോകത്തിലാണ്. അഞ്ചേട്ടന് വലിയ സന്തോഷമൊന്നുമില്ല. എന്ത് പറ്റിയ പ്രാണി കടിച്ചതാ. നല്ല മനസ്സിലുള്ള ആൾക്കാരെ കടിക്കത്തില്ല. എന്റെ ഉണ്ടോ നിങ്ങൾ മൂന്നുപേരല്ലേ? അഞ്ചേട്ടാ ഈ ദിവസത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ മറന്നു പോയായിരുന്നടാ. എന്നല്ലേ രാവിലെ ഞാന് ഫോൺ എടുത്തത്, ഞാൻ എല്ലാ ദിവസം ഫോൺ എടുത്ത് നോക്കുമ്പോ എനിക്ക് മറ്റേ ഈ സാധനം വരുമല്ലോ, കഴിഞ്ഞ വർഷത്തെ മെമ്മറി അത് കണ്ടപ്പോ ഞാൻ സാറിന് എല്ലാ കഴിഞ്ഞ വർഷം ഞാൻ മറന്നുപോയി ഈ സെയിം സാധനം. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒറിജിനൽ കല്യാണം അല്ലായിരുന്നു, ഡൂപ്ലി കല്യാണമായിരുന്നു. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അഞ്ചേട്ടാ അപ്പൊ എന്തായാലും ഹാപ്പി ആനിവേഴ്സറി. Thank you. അയ്യോ അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി നിൽക്കാം. അത് കുഴപ്പമില്ല. മോൻ തന്നെ കിടന്നല്ലോ. കട്ട് ചെയ്ത് സീനാന്ന് മുഖത്ത്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ഈ പെണ്ണ് നിർത്തിട്ട് പോകുന്നുണ്ടോ? മുഖത്ത് മേക്കപ്പ് ആയിരിക്കുന്നത്. മേക്കപ്പ് ഒന്നും തല മൊത്തം തെച്ചിട്ടുള്ളൂ. ബാക്കി ക്രീം പോയിടാൻ കഴിച്ചു വേണ്ട. അവനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇവനെയൊക്കെ എന്തിനു കൊള്ളാം, എല്ലാ സാധനം കുളമാക്കാണ്. പിസ്സ നശിപ്പിച്ച് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒക്കെ അല്ല എന്നിട്ട് പറച്ചിലേട്ടാഞ്ഞല്ലേ ഞാൻ മെയിനാന്ന് പറയണേ. ഞാൻ പഠിച്ചില്ല പണ്ടേ ഞാൻ കഴിക്കാൻ നശിപ്പിച്ചു. ടിഷ്യൂ എടുത്ത് നോക്കാം. പക്ഷെ ഇത് വെക്കണേന് വലിയ കാണണ്ടായിരുന്നു. കറക്റ്റ് മറ്റേ ഈ ചാന്ത് ഓരോ സാധനം അതെങ്ങനെ തെറ്റുവാൻ. അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ളത് എനിക്ക് ക്രീം ഇല്ല. അതുകൊണ്ടാണ് നിനക്കെല്ലാരും തേക്ക എന്നിട്ട് ബാക്കി അപ്പൊ ഇവന്റെ എന്താ ഇവനെന്തിനാ തെറ്റ്? ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ട്രസ് ലെച്ചസ് കേക്ക്. എന്ത് അത് ആദ്യം സ്ട്രോബെറി കേക്ക്. മിൽക്ക് കേക്ക് അല്ലേ? അതിനാണ് മിൽക്ക് കേക്ക് എന്ന് പറയുന്നത്. 3 തരം മിൽക്ക് ഉപയോഗിച്ച് ചെയ്ത ട്രസ് ലെച്ചസ് കേക്ക്. വായലോകം കൊള്ളാവുന്ന നമുക്ക് തിന്നു നോക്കിയിട്ട് പറയാം. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ചേട്ടൻ റെഡിയായി, ചേച്ചി റെഡിയായി, കേക്ക് ഒക്കെ ഇവിടെ റെഡിയാണ്. കുഞ്ഞു ലൈറ്റും ഉണ്ട്. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്താണെന്നുള്ളതിൽ കേക്ക് ഡെക്കറേഷനിൽ പെടുന്ന ആൾക്കാർ ഞാന്, ഹെൻറി, നീ ചേച്ചി. മെയിൻ ഡെക്കറേഷൻ ഞാൻ തന്നെയാണ്. മെയിൻ ഡെക്കറേഷൻ ഈ കാണുന്ന വേസ് പിന്നെ അത് വേവൊന്നും അല്ല, അതിങ്ങനെ ആ ക്രീം തേച്ചെന്റെയാണ്. ഇത് കണ്ട ഇതിലൊരു ഭാഗത്തുള്ളത് ഇവിടെ ചെയ്താ അല്ലേ? വീഡിയോനകത്ത് പ്രൂഫ് ഉണ്ട്. കേക്കിന് മേലെടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇപ്പൊ ഞാനാ ചെയ്തതെന്ന് പോയി. ഞാനൊന്നും അല്ല ചെയ്തത്. എന്ത് ഇത് മിസ്റ്റർ പെർഫെക്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ടാ. ഓക്കെ. അപ്പൊ ചേച്ചി അവിടെ നൈഫ് ഇങ്ങനെ തപ്പിക്കൊണ്ട് നൈഫ് ഇതിൽ കിട്ടിയില്ല എന്നാ പറഞ്ഞത്. ചിക്കൻ വട്ടാൻ എടുത്തിട്ടാണ്. ഈ കത്തിയാണ് എടുത്തേക്കണേ. യെസ് ഓഫ് കോഴ്സ്. ഇത് ചിക്കൻ വെട്ടാൻ പോണോ? ഇവനെ മുറിക്കാനാണ്. ഓ ഇത് കൊള്ളാലോ. മാച്ചിങ് ആണോ? ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്കും ഗ്രീനും ചെയ്തു. ഇത് ഞങ്ങള് അൺഫോർച്ചുനേറ്റ് കോയിൻസിഡൻസ്. എവിടെ പെട്ടെന്നോടാ ഈ ചെന്റെ പൊക്കത്ത് കൈമറുണ്ട്. റൂമിൽ പോയി ഒരുങ്ങിട്ട് വന്നിട്ട് കോയിൻസിഡൻസ് അതുപോലെ. പക്ഷെ ഇവിടെ പച്ച ഇത് പച്ചയാണല്ലോ. ഇത് എങ്ങനെ കട്ട് ചെയ്യും? ഹാപ്പി ആനിവേഴ്സറി ടു ദം. ഹാപ്പി ദൂരന്തം ഡേ, ഹാപ്പി ദൂരന്തം ഡേ, ഹാപ്പി ദൂരന്തം ഡേ. എനിക്കെന്താ ഇതില് എവിടെ നിന്ന് ഏത് ഭാഗത്ത് വരുമ്പോ Yes, this is the cake. ആക്ച്വലി കുറച്ച് പാലും കുടിക്കണ്ടേ? പാല് കുതിർത്തിട്ടായിരുന്നു. പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, Guys, attack. ആണോ? കനം പാടില്ല. ടൺ 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 ടൺ. ഇഷ്ടപ്പെട്ടാ? സൈസ് ഏതാണ്? 42. നല്ലല്ലേ? ഇത് മറ്റേതാണോ? ഫോൾ ഷൂ ആ? അപ്പൊ നമ്മൾ ഇന്ന് ആനന്ദകൃഷ്ണന്റെ പരിപാടിക്ക് പോവാണ്. നമ്മൾ 500 രൂപയും കൊണ്ടല്ലേ 500 യൂറോയും കൊണ്ടല്ലേ തിരിച്ചു വരുള്ളൂ. കിട്ടിയാ മതി. അതിൽ എനിക്ക് ഇവർക്കെല്ലാം 200, എനിക്ക് 40 സെപ്പറേറ്റ്. ആക്ച്വലി എനിക്ക് ഞാൻ ആ സുന്ദരിയായിട്ടിരിക്കാൻ തോന്നല്ലേ. എന്താ അറിയോ, ഇന്ത്യയിൽ വെട്ടം വന്നിട്ടോ. ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് വെട്ടം വരും. വെട്ടത്തിൽ നിന്നിട്ട് ഞാൻ സുന്ദരനാണല്ലോ. നമ്മള് ശരിക്കും സ്പോട്ടിലെത്തിയിട്ടുണ്ട്.
കിട്ടുമെന്നൊന്നും അറിയത്തില്ല അല്ലേ? ഒരുത്തൻ 10 പേര് വേറൊരുത്തൻ 10 പേര് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അംഗബലം കൊണ്ട് കുറവാണ്. പക്ഷെ നമ്മള് 2 വോട്ടെങ്കിലും ചെയ്തിരിക്കും. എല്ലാരും ഫസ്റ്റ് ജാക്കറ്റ് ഇട്ട് വോട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ജാക്കറ്റ് ഊരി വോട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ പ്രസന്റേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അനന്തകൃഷ്ണൻ. കിട്ടോ ഇല്ലയോ എന്ന് 20 മിനിറ്റ് ഉണ്ട് നമുക്ക് സംഭവത്തിന്. ഇത് കിട്ടിയാലും 500 രൂപ മേടിക്കട്ടോ. 500 മേടിച്ച് ഇനിയിപ്പോ പുറത്ത് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടെങ്കിൽ മികച്ചേച്ചി അപ്പം ഓടും. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോവാണ്. ദിവസം ചാടി ഇരുന്നേറ്റോട്ടോ. എല്ലാവരും സെറ്റായി ഗൈസ്. നമുക്ക് കിട്ടിയില്ല. നമ്മളുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് വിചാരിച്ച പോലെ നടന്നില്ല കാര്യങ്ങളൊന്നും. അനന്തകൃഷ്ണൻ ചെറിയൊരു മാർജിനിൽ 2 വോട്ടിന് പോയി അല്ല? അതെ, 2 വോട്ടിന് സെക്കൻഡ് എന്നുള്ള തേർഡായി. 2 വോട്ടിന് ഇതാണ് നമ്മുടെ അനന്തകൃഷ്ണൻ. നന്നായി പൊരുതി. വളരെ കഷ്ടമായി. നിങ്ങളൊന്ന് വോട്ട് ചെയ്ത് വളരെ കഷ്ടമായി. ഇത്ര പെർസെന്റേജ് അപമാനിച്ചു. പക്ഷെ അവന് നല്ലതായിരുന്നു കേട്ടോ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പക്ഷെ അനന്തകൃഷ്ണൻ കുറച്ച് ഡെസ്പിലാണ്. ഞാൻ വളരെ റെസ്പോൺസിബിൾ. പിള്ളേരൊന്നും വന്നില്ലാതാണ്. അനന്തകൃഷ്ണൻ സെറ്റ് ചെയ്ത പിള്ളേർ. ഞാൻ 100 പേരെ വിളിച്ചതാണ്. ഒപ്പിനൊരു കുപ്പി എന്ന പദ്ധതി വരെ നടത്താന്ന് പറഞ്ഞ ഒരു തെണ്ടിയും വന്നില്ല. കഷ്ടമായി. പക്ഷെ ഇപ്പൊ കിട്ടാത്തതിന്റെ ഒരു ചെലവ് കിട്ടുകയാണോ മോനെ? എന്തായാലും ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അനന്തകൃഷ്ണൻ ആക്ച്വലി നല്ല വിഷമമാണ്. പ്രസന്റേഷനൊക്കെ നല്ലതായിരുന്നു, പക്ഷെ കിട്ടിയില്ലായിരുന്നു. വേറെ 2 പേർക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ